ഈ വീഡിയോ റഷ്യയിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് റഷ്യയിൽ ഒരു പെർമനന്റ് റെസിഡൻസിയോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക റെസിഡൻസിയോ എടുത്തിട്ട് റഷ്യയിൽ നിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയിൽ എങ്ങനെ സെറ്റിൽ ആവാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റുകൾ നമുക്ക് വേണ്ടി വരും ഒരു റഷ്യയിൽ സെറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് മുഴുവനായിട്ടും ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് ജസ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ റഷ്യയിൽ സെറ്റിൽ ആകാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എങ്ങനെ ബ്രോ റഷ്യയിൽ ഒരു താൽക്കാലിക റെസിഡൻസി അല്ലെങ്കിൽ ഒരു പെർമനന്റ് റെസിഡൻസി. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 1 വീക്ക് മുമ്പ് എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു റഷ്യയിൽ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് റഷ്യയിൽ എങ്ങനെ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സെറ്റിൽ ആകാൻ പറ്റുമോ, എങ്ങനെയാണ് ഒരു TRC ഒരു PR അല്ല അതുപോലെ തന്നെ റഷ്യയിൽ ഒരു പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചായിരുന്നു. നമ്മളൊരു റഷ്യയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രം റഷ്യയിൽ നമുക്ക് ഒരിക്കലും സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഒരാളോട് മാത്രമായിട്ട് പറയുന്നത് കാരണമാണ്. അപ്പം ഞാൻ ഇപ്പം ഇതിനെക്കുറിച്ച് അറിയാത്തവരോട് എല്ലാവരുമായിട്ടും ഇതിനെക്കുറിച്ച് റഷ്യയിൽ വന്നിട്ടുള്ള ആൾക്കാർ, റഷ്യയിൽ മാരീഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അവരോടൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്, ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇത് നാളെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ഒരു റഷ്യയിൽ ഒരു പെൺകുട്ടിനെ സെറ്റ് ചെയ്ത് ഇവിടെ കൂടാമെന്നുള്ളത് പോലെ മുമ്പത്തെ പോലെ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയിൽ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ ഒരു താൽക്കാലിക റെസിഡൻസിയോ അതുപോലെ തന്നെ ഒരു പെർമനന്റ് റെസിഡൻസിയോ അതുപോലെ തന്നെ ഒരു റഷ്യൻ പാസ്പോർട്ടൊക്കെ കിട്ടുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ 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 ഡിഫിക്കൽട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. 5 വർഷത്തെ TRC കിട്ടിയിട്ട് റഷ്യയിൽ TRC ഉണ്ട്, റഷ്യയിലേക്ക് വരാം, ഇവിടെ വന്നിട്ട് ടെമ്പററി റെസിഡൻസി കിട്ടുന്നതൊക്കെയാണ് 5 വർഷത്തേക്കുള്ള TRC റഷ്യയിലില്ല. ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, വിത്ത് എവിഡൻസും പ്രൂഫ് അടക്കമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നിട്ടും ചില ആളുകൾ ഏജൻസിയുടെ അടുത്ത് പോയിട്ട് കൊണ്ടുപോയി പൈസ കൊടുക്കുകയാണ്, ഈ ഒരു തട്ടിപ്പിൽ പോയി വീഴുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റഷ്യയിൽ എങ്ങനെ സെറ്റിൽമെന്റ് ആവാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. റഷ്യയിൽ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ റഷ്യയിൽ സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഒരു TRC എടുക്കണമെന്ന് തന്നെ ഒരുപാട് കടമകളുണ്ട്. അത് ഞാൻ വീഡിയോയിലൂടെ പറയുന്നില്ല, അത് വീഡിയോ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. കാരണം പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു TRCയും ഒരു PR-ഉം അതുപോലെ തന്നെ റഷ്യൻ പാസ്പോർട്ട് എടുക്കുന്നതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് TRCന്റെ കാര്യങ്ങൾ. TRC 3 വർഷത്തേക്കാണ് ഒരു TRC കിട്ടുക, അല്ലാതെ 5 വർഷത്തേക്കുള്ള ഒരു TRC റഷ്യയിലില്ല ഇതുവരെയായിട്ടും. 2025 ഈ ഒരു സെപ്റ്റംബർ മാസം വരെ 5 വർഷത്തേക്കുള്ള TRC ഇതുവരെയായിട്ടും റഷ്യയിൽ നിലവിൽ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഇത് ഇവിടെ ഏജൻസികൾ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല, ഇത് എങ്ങനെയാണ്. കാരണം ഇങ്ങനെ വമ്പൻ ഇതാണ് തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ 5 വർഷത്തേക്കുള്ള TRC അങ്ങനത്തെ സംഭവം ഇല്ല. റഷ്യയിലെ വിസന്റെ മാക്സിമം ലിമിറ്റേഷൻ തന്നെ ഒരു 3 വർഷമൊക്കെ വിസ ലിമിറ്റേഷൻ, അത് വളരെ റയറായിട്ട് മാത്രം അങ്ങനെയുള്ള വിസകളൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ 3 വർഷത്തെ വാലിഡിറ്റി വിസകളൊക്കെ, അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് വിസ. ഇപ്പം വർക്ക് വിസ ഒക്കെ കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം മുമ്പത്തെ പോലെ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ ഒരു TRCന്റെ കാര്യങ്ങളാണ്. TRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ മാരീഡ് ആയതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അപ്പോസ്റ്റ് വേണം, അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് റഷ്യയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇത് അല്ല, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ല, നമുക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാത്രമേ റഷ്യക്ക് TRCക്ക് വാലിഡ് ആകത്തുള്ളൂ. ഇവിടെ TRCക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വാലിഡ് ആകത്തുള്ളൂ. അത് റഷ്യയിൽ മാരീഡ് ആവണം, റഷ്യയിൽ വൈഫ് ഉണ്ടായിരിക്കണം. പിന്നെ അത് കൂടാതെ പുതിയ വന്ന മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. TRCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് ഒരു ജസ്റ്റ് ഒന്ന് TRCന്റെ കാര്യങ്ങൾ മാത്രം പറയാം. PR-ഉം പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. TRCന്റെ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അവസാനിപ്പിക്കാം. അതായത് TRCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫസ്റ്റ് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു
പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അത് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് 3 മാസം മാത്രമേ വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ റഷ്യയിൽ. ആ 3 മാസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കടമകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, രണ്ടാമത് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ബാക്കിൽ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അപ്പോസ്റ്റൽ, ന്യൂഡൽഹിന്റെ അപ്പോസ്റ്റൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ റഷ്യയിൽ വന്നതിന് ശേഷം നിങ്ങളെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ അപ്പോസ്റ്റലോട് കൂടിയുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസോ ഒരു കേസും ഉണ്ടാകാൻ പാടില്ല ആ സമയത്ത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സാക്സ്, അതായത് നിങ്ങളെ മാരേജ് കഴിഞ്ഞതിൻ്റെ പിന്നെ ഒരു മാരേജ് ഫോം ലെറ്റർ അത് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ്, അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഈ 3 മാസം കൊണ്ട് നമ്മൾ ഇത്രയും കടമകൾ ചെയ്തു തീർന്നില്ല. ഇപ്പം 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടോ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കണം. കാരണം ഇപ്പം നമ്മൾ എംബസിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാം പെട്ടെന്ന് കൊടുത്ത് എംബസിയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇന്ന് പോയി കഴിഞ്ഞാൽ പറയും അവരെല്ലാം നോക്കും, ഏതെങ്കിലും ഒരു ലെറ്റർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതവിടെ അവിടെ തെറ്റിട്ടിട്ട് അവർ പറയും അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാം. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് പോയി, 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അവർ തെറ്റും. അങ്ങനെ 2-3 ആഴ്ച. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നോക്കുക. ഒന്ന് റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവണം. റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ലോ, ഹിസ്റ്ററി, ലാംഗ്വേജ്, അതുപോലെ തന്നെ റഷ്യൻ ലേണിംഗ് സ്കില്ല്, ലിസണിങ് സ്കില്ല്, റീഡിങ് സ്കില്ല്, ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ പാസ്സായതിനു ശേഷം, ആ കടമകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായി കിട്ടുന്നത്. റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകണം വളരെ വളരെ കഠിനമായിട്ടുള്ള എക്സാമാണ്. ഞാൻ പറയില്ലത് പറയില്ല, ഓപ്പണായിട്ട് പറയാം. റഷ്യൻ്റെ TRCക്കുള്ള എക്സാം വളരെ ഡിഫിക്കൽട്ടാണ്. വളരെ ഡിഫിക്കൽട്ട് എന്നാൽ അത്രയും ഡിഫിക്കൽട്ടാണ്. അത് പാസ്സാവണം. അത് പാസ്സായതിനു ശേഷം നമ്മുടെ PCC, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അപ്പോസ്റ്റലിലുള്ള PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും പോയിട്ട് നമ്മൾ എംബസി സബ്മിറ്റ് ചെയ്യുക. അതെല്ലാം പിന്നെ നമ്മുടെ പാസ്പോർട്ടിലുള്ള നമ്മൾ എവിടേക്ക് രാജ്യത്ത് പോയിട്ട് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് റഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും റഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് റഷ്യൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതൊരു ചെക്ക് ചെയ്തിട്ട് ഒരു 6 മന്തിനകത്ത് അവർ, കാരണം ഇതെല്ലാം 3 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അത് നമ്മൾ വായോട് പറയുന്ന പോലെ ഈസിയാണ്. പക്ഷേ ഇത് ചെയ്ത് അതിൻ്റെ പിന്നിൽ കളിക്കുമ്പോഴേ അതിൻ്റെ എത്ര ഡോക്യുമെൻറ്റുകൾ, അതിന് ഒരുപാട് രേഖകൾ, വേറെ ഒരുപാട് രേഖകളുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാ ട്രാൻസ്ലേഷൻ കോപ്പികളും വേണം. കാരണം നിങ്ങളിപ്പം ഇപ്പോൾ ഒരു അറബ് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ അറബ് രാജ്യത്ത് പോയിട്ടുള്ള ആ സീൽ ഉണ്ടല്ലോ, ആ സീൽ വരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അത്രയും ഡിഫിക്കൽട്ടാണ് ഇവിടുത്തെ ഒരു ടെമ്പററി റെസിഡൻസി കിട്ടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം, റഷ്യയിൽ ഇപ്പം റെഫ്യൂജി ആയിട്ടൊന്നും നമുക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലെ റെഫ്യൂജിക്കുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും റഷ്യയിൽ കൊടുക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കാരണം വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല ഏജൻസി. നമ്മുടെ നാട്ടിലുള്ള ചില തട്ടിപ്പ് നടത്തുന്ന ഏജൻസികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന്മാരിങ്ങനെ പറഞ്ഞ് എല്ലാവരും പറയുന്നില്ല, അതിൽ ഒരുപാട് നല്ല ഏജൻസികളുണ്ട്. ചില ഏജൻസികൾ നിങ്ങളെ അടുത്ത് ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളായി. ഒരുപാട് കടമകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് TRC കിട്ടുന്നത്. ആ TRC കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഒബ്ലാസ്റ്റിന്, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ TRC എടുത്തത് ആ സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു വേറെ നിങ്ങളിപ്പം കോസ്റ്റർമൈൽ പോയിട്ടാണ്, കോസ്റ്റർമൈൽ നിജ്ബിനോഗർത്ത് നിന്നാണ് നിങ്ങൾ TRC എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ 3 വർഷം വരെ നിജ്ബിനോഗർത്ത് അല്ലെങ്കിൽ കോസ്റ്റർമൈൽ തന്നെ വർക്ക് ചെയ്യണം. മറ്റു സ്റ്റേറ്റിൽ പോകാൻ പാടില്ല. അത് കൂടാതെ നിങ്ങളുടെ വൈഫിനോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ വൈഫിനോടൊപ്പം 1 വർഷം നിങ്ങളെ വൈഫിനും 1-2 വർഷത്തിൻ്റെ വരെ നിങ്ങൾ ആ വൈഫിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. കാരണം വേറെ എവിടെയും പോകാൻ പാടില്ല. കാരണം അപ്പം ഇമിഗ്രേഷൻ ഓഫീസർ എവിടെയാണ് നിങ്ങൾ ഈ ഒരു TRCക്ക് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിന് അത്രയും, അതായത് നിങ്ങളുടെ വൈഫിൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ, എൻ്റെ വൈഫിന് സ്വന്തമായിട്ട് വീടുണ്ടോ, സ്ഥലമുണ്ടോ, പ്രോപ്പർട്ടി ഉണ്ടോ, അവൾ അഫോർഡബിൾ ആണോ, എല്ലാം ചെക്ക് ചെയ്യും അവർ. അതുപോലെ തന്നെ അവർ അഫോർഡബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ TRC കിട്ടത്തുള്ളൂ. പിന്നെ അതുകൂടാതെ നിങ്ങളെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാ മാസവും 3-2 മാസം 1 മാസമൊക്കെ വരുമ്പോൾ എമിഗ്രേഷൻ ഓഫീസർ വന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരും. നിങ്ങളുടെ വൈഫിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ചെക്ക് ചെയ്യും നിങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതൊക്കെ ചെക്ക് ചെയ്യും. ഒരുപാട് ചെക്കും കാര്യങ്ങളൊക്കെ 2 വർഷത്തോളം നിങ്ങൾ കണ്ടിന്യൂ ആയി പിന്തുടരും. അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുതിയ ലോ അനുസരിച്ച് TRC നിങ്ങൾക്ക് വാലിഡ് ആകത്തുള്ളൂ. അങ്ങനെ TRC കഴിഞ്ഞിട്ടാണ് പിന്നെ PR വരുന്നത്. PR അതിനേക്കാളും വലിയ ഡിഫിക്കൽട്ടാണ്. മറ്റൊരു എക്സാം ഉണ്ട്, ആ എക്സാമും കൂടി പാസ്സാവണം. അങ്ങനെ എക്സാം പാസ്സായി 3ാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ റഷ്യൻ പാസ്പോർട്ട്. അത് വളരെ വളരെ ഡിഫിക്കൽട്ട്. നമ്മൾ ജനിച്ചത് മുതൽ ഇന്നേ വരെയുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ റഷ്യൻ ഗവൺമെൻറ്റിന്
കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ എത്ര വർഷം മുതൽ എത്ര വർഷം വരെ നമ്മുടെ സ്കൂൾ ലൈഫ് എങ്ങനെയാണ്, കോളേജ് ലൈഫ് എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, എല്ലാം നമ്മൾ വർഷം വരെ ഏത് വർഷം വരെ മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടുണ്ട്, പോയ രാജ്യത്തിൻ്റെ സീല് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആൾക്കാർ അവിടെ പോയിട്ട് TRC എടുക്കുക, റിഫ്യൂജ് ചെയ്യാം, അതൊന്നും റഷ്യയിൽ ഈ പറയുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.